നമസ്കാരം. വിജയ് മന്ത്രിസഭയിൽ കോൺഗ്രസ് ചേർന്നതോടെ ഇന്ത്യ സഖ്യം വിട്ട DMK NDAയിൽ ചേർന്നേക്കും. ഇത് സംബന്ധമായ രാഷ്ട്രീയ നീക്കങ്ങൾ ശക്തമാണ്. പാർലമെന്റ് മൺസൂൺ സമ്മേളനത്തിൽ NDAയ്ക്ക് അനുകൂലമായ സമീപനമാണ് DMK സ്വീകരിച്ചത്. ഇന്ത്യ സഖ്യം പാർലമെന്റ് ബഹിഷ്കരിക്കുമ്പോൾ കൂടെ ചേരാൻ DMK തയ്യാറായിരുന്നില്ല. മണ്ഡല പുനർനിർണയം അടക്കമുള്ള ബില്ലുകളിൽ NDAയ്ക്ക് അനുകൂലമായ സമീപനമാണ് DMK സ്വീകരിച്ചിരുന്നതും. ഇന്ത്യ സഖ്യം വിട്ടതോടെ DMKയെ ഒപ്പം കൂട്ടാനുള്ള ശ്രമങ്ങൾ BJPയും ശക്തമാക്കിയിരുന്നു. ലോക്സഭാ സ്പീക്കർ ഓം ബിർള നടത്തിയ ചായ സൽക്കാരത്തിൽ DMK MP കനിമൊഴി പങ്കെടുത്തിരുന്നു. ഇത് DMK നിലപാടുകൾ മാറുന്നു എന്നുള്ളതിൻ്റെ സൂചനയുമായി. ഇപ്പോൾ കേന്ദ്ര മന്ത്രിസഭ ഉടൻ പുനഃസംഘടിപ്പിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെയാണ് DMK NDAയിലേക്ക് എന്ന സൂചനയും ശക്തമാവുന്നത്. UPA അധികാരമൊഴിഞ്ഞതോടെ പിന്നീട് DMKക്ക് കേന്ദ്രമന്ത്രിമാരെ ലഭിച്ചിട്ടില്ല. മോദി മന്ത്രിസഭ മൂന്നാം ഊഴത്തിലെത്തിയതോടെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി തുടർന്നിരുന്ന DMKയും വർഷങ്ങളായി പ്രതിപക്ഷത്താണ്. ഇന്ത്യ സഖ്യം വിട്ടതോടെ NDAയിൽ ചേരാനുള്ള അവസരമാണ് DMKയ്ക്ക് മുന്നിൽ തുറന്നു വന്നത്. ഇത് DMK ഉപയോഗപ്പെടുത്തുമെന്നാണ് സൂചന. NDAയിൽ ചേർന്നാൽ DMKയ്ക്ക് കേന്ദ്രമന്ത്രിമാരെ ലഭിക്കും. BJPയുമായി ഒരിക്കലും സഖ്യത്തിനിരുന്ന് ആവർത്തിച്ചിരുന്ന പാർട്ടിയാണ് DMK. പക്ഷേ നിലവിലെ സാഹചര്യങ്ങൾ DMKയെ NDA സഖ്യത്തിൽ എത്തിക്കുന്നതിന് അനുകൂലമാണ്. DMKയ്ക്ക് ലോക്സഭയിൽ 22ഉം രാജ്യസഭയിൽ 8ഉം MP-മാരുണ്ട്. അതിനാൽ സുപ്രധാന ബില്ലുകൾ പാസാക്കുമ്പോൾ BJP സർക്കാരിന് DMK MP-മാരുടെ പിന്തുണ ലഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിൽ മന്ത്രിമാരും സഹമന്ത്രിമാരുമായി 68 പേരുണ്ട്. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്നുള്ള പ്രതിഷേധങ്ങളെ തുടർന്ന് അടുത്തിടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും രാജിവെച്ചിരുന്നു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയോടെ മന്ത്രിസഭ പുനഃസംഘടന എന്ന സൂചനയും ശക്തമായിരുന്നു.